അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ നടത്തുന്നതിന്റെ ഇടയിൽ ഒരു 5 അത്ഭുതങ്ങളാണ് ഹബീബായ തങ്ങൾ ആകാശത്തിൽ മിഅ്റാജ് കണ്ടതല്ല, അതുപോലെ ഇസ്രായിന്റെ ഇടയിൽ 5 അത്ഭുതങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഒരു അത്ഭുതം, സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ബുറാഖിൽ പോകുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ഹബീബായ തങ്ങൾ കാണും. അവര് കൃഷി ചെയ്യുന്നു. പക്ഷെ കൃഷി ചെയ്ത ഉടനെ അതിന്റെ ഫലം അവർ എടുക്കുകയും, അവർ കൃഷി ചെയ്താൽ നെൽകൃഷിന് ഇത്ര മാസം ദാനോ വെള്ളാണോ പച്ചവാണോ പിന്നെ ഉണക്കണോ അങ്ങനെ ഒരു ഇത്ര മാസം. ഒരു തെങ്ങ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചാൽ അതിന് തേങ്ങ വേണമെങ്കിൽ ഇത്ര കൊല്ലം കണക്കാൻ. പക്ഷെ പറയാനല്ല, സൗദികളെ നോക്കാൻ കൃഷി ചെയ്യുന്നു, ഉടനടി അതിന്റെ ഫലം എടുക്കുന്നു, അവർ കഴിക്കുന്നു. പിന്നെയും കൃഷി ചെയ്യുന്നു, ഉടനെ അതിന്റെ ഫലം കിട്ടുന്നു, അവർ കഴിക്കുന്നു. ഇത് കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അത്ഭുതം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, എന്ത് കാഴ്ചയാണ്? കൃഷി ചെയ്യുന്ന ഉടനെ അതിന്റെ ഫലം കിട്ടുന്നവർ കഴിക്കുന്നത്, ഇത് ആരാണ് ഈ വിഭാഗം ആളുകൾ? എന്താണ് എന്ന് ചോദിച്ചപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ നബിയേ, ഇത് നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്നുള്ള ശുഹദാക്കൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് നബിയേ. ശുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അവരെന്ത് ചെയ്താലും ഉടനടി അതിന്റെ ഫലം ആ ശുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ കണ്ട ഒരു അത്ഭുതം, ആദ്യത്തെ അത്ഭുതം അതാണ്. രണ്ടാമത് ഹബീബായ തങ്ങൾ കണ്ട അത്ഭുതം, യാത്രക്കിടയിൽ ഒരു ഖബർസ്ഥാനിലൂടെ കടന്നു പോകുമ്പോ, ഒരു മഖ്ബറയിലൂടെ കടന്നു പോകുമ്പോ, ആ ഒരു ഖബറിൽ നിന്ന് അത്തറിന്റെ വാസന, മിസ്കിന്റെ വാസന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചാണ്. ഖബറിൽ നിന്നിട്ട് വല്ലാത്ത ഒരു സുഗന്ധം. ഹബീബായ തങ്ങൾക്ക് അതിന്റെ സുഗന്ധം ആസ്വദിച്ച് വലിയ സന്തോഷമായില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീലേ, ഇത് എന്ത് ഖബറാണ്? ഇത് ആരുടെ ഖബറാണ്? ഈ ഖബറിന്റെ ഉള്ളിൽ ഇതിന്റെ വല്ലാത്ത അത്തറിന്റെ വാസന വരുന്നുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ആശിഖാ ബീവിയുടെ ഖബറാണ് നബിയെ. ആശിഖാ ബീവിയുടെ ഖബറാണ് നബിയെ. ആശിഖ ബീവി നമുക്കറിയാം. ആശിഖ എന്ന് പറഞ്ഞാൽ തലവാറുന്ന പെണ്ണതാണ്. തലവാറുന്ന പെണ്ണാണ് ആശിഖാന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ ആളുകളുടെ തലമാരി കൊടുക്കുന്ന ഡ്യൂട്ടി എടുത്ത പെണ്ണായിരുന്നു ആശിഖാ ബീവി റളിയല്ലാഹു അൻഹ. സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ആരും അറിയാതെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് ഒരു മുഅ്മിനത്തായി ജീവിച്ച ഒരു പെണ്ണ് ഒരിക്കലും തലവാറുന്നതിന്റെ ഇടയിൽ ചീർപ്പ് താഴെ വീണപ്പോ ആ വീണ ചീർപ്പിനെ പറക്കിയെടുക്കുമ്പോ ആശിഖാ ബീവി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചീർപ്പെടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹ്, ഫിറഔനിന്റെ ആളുകൾ കേട്ടത് ഞെട്ടിപ്പോയി. ഫിറഔനിന്റെ ആളുകൾ ആശിഖാ ബീവിയെ കുറിച്ച് ഫിറഔനിനോട് പോയി കംപ്ലൈന്റ് പറഞ്ഞു, ഫിറഔന് നമ്മുടെ പണിക്കാത്തി മൂസാന്റെ പടച്ചവനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. മൂസാന്റെ പടച്ചവനെ കൊണ്ട് വിശ്വസിച്ച ഒരു പെണ്ണ് നമ്മുടെ കൊട്ടാരത്തിലുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ വളരെ ക്രൂരമായ രൂപത്തിൽ ആശിഖാ ബീവിയുടെ 2 പെണ്ണുമക്കള് ഫിറഔന് കൊന്നു. എന്നിട്ടോ മഹതിയായ ആശിഖാ റളിയല്ലാഹു അൻഹയെ പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. അതിലൊരു ചരിത്രമാണ്, നല്ല ഒരു ചട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് ഒരു ചട്ടിയുടെ ഉള്ളിൽ മഹതിയായ ആശിഖാ ബീവിനെ കടത്തി അടിയിൽ നിന്ന് തീ കൊടുത്ത് അതിന്റെ വേദന കൊണ്ട് കടഞ്ഞു പോയ മഹതിയായിരുന്നു ആശിഖാ ബീവി റളിയല്ലാഹു അൻഹ. അതവസ്ഥയാണ്, ചട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് അതിന്റെ അടിഭാഗത്തിൽ തീ കൊടുത്ത് അതിന്റെ ആ വേദന കൊണ്ട് മരിച്ചുപോയ ആശിഖാ ബീവി റളിയല്ലാഹു അൻഹ. ആ ആശിഖാ ബീവിയുടെ ഖബറാണ് നബിയെ നിങ്ങൾ കടന്നു വന്ന ഖബർ. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വരികയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയുടെ ഇടയിൽ അത് ആസ്വദിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതമാണ്. ഒന്നാമത്തെ അത്ഭുതം, ഹബീബായ തങ്ങൾ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തിലെത്തുമ്പോ സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൂസാ നബിയുടെ ഖബറുള്ളത് എവിടെയാണ്? മൂസാ നബിയുടെ ഖബറുള്ളത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ആ ഖബറിന്റെ അടുത്ത് നോക്കുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബർ. മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഞങ്ങളുടെ കാഴ്ചയാണ്. എപ്പോഴോ വഫാത്തായി പോയ മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന കാഴ്ചയാണ് ഹബീബായ തങ്ങൾ. അതേ മൂസാ നബി 6ാമത്തെ ആകാശത്തിന് പോകുമ്പോ അവിടെയുണ്ട് റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ. അവിടെ സ്വീകരിക്കാൻ ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ അവിടെയുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിലെത്തിയപ്പോ ഹബീബായ തങ്ങൾ അവിടെ ഒരു ജമാഅത്ത് നടത്തി, ഒരു നിസ്കാരം നടത്തി. എല്ലാ അമ്പിയാക്കളും പിന്നിലേക്കു. ആ കൂട്ടത്തിൽ എവിടെ മൂസാ നബി ഉണ്ട്. ഖബറിൽ നോക്കുമ്പോ അവിടെയും മൂസാ നബി ഉണ്ട്. ഹബീബായ തങ്ങൾ കണ്ട 3ാമത്തെ അത്ഭുതം. 4ാമത്തെ അത്ഭുതം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ കാണാം. ഒരു കയ്യിൽ വലിയ കല്ലുകളുണ്ട്, വലിയ കല്ലുകൾ. ആ
കണ്ണുകളെ കൊണ്ട് അവർ സ്വന്തമായി അവരുടെ തലയെ പൊട്ടിക്കുന്നു, തലയെ അടിച്ചു കുത്തി പൊട്ടിക്കുന്നു. എന്നിട്ടോ നേരത്തെ കണ്ടതുപോലെ കുറച്ചു നേരമാകുമ്പോ ആ പൊട്ടിച്ചൊക്കെ ശരിയാകും, പിന്നെ രണ്ടാമത് പൊട്ടിക്കുക, അത് ശരിയാകുന്നുണ്ട്, പിന്നെയും തല അടിച്ചു പൊട്ടിക്കുക, അത് പിന്നെയും ശരിയാകുന്നുണ്ട്. ഒരു വേദന കൊണ്ട് കഴിയുന്നു, തലക്ക് എന്തെങ്കിലും ചെറിയ ഒന്ന് കിട്ടിയാൽ മതി, ഭയങ്കര വേദനയാണ്. ഇത് അവർ സ്വന്തം അവരുടെ കൈ കൊണ്ട് കണ്ടുകുത്തി പിടിച്ച് തല പൊട്ടിക്കുന്നു, എന്നിട്ട് അത് ശരിയാകുന്നു, പിന്നെയും പൊട്ടിക്കുന്നു. അഭിമായ തങ്ങൾ കണ്ട് ഭയങ്കര അത്ഭുതമായി. ഞങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ ഇതെന്തൊരവസ്ഥയാ? നേരത്തെ കണ്ടത് സന്തോഷാണ്, ശുഹദാക്കളാണെന്ന് പറഞ്ഞ അവർ ചെയ്യുന്ന അവസ്ഥ കണ്ടത് സന്തോഷിച്ചു, ഇപ്പൊ കണ്ട് ഭയങ്കര വേദനയാണ്. ജിബ്രീലെ എന്താ ഇവർ ചെയ്യുന്ന തെറ്റ്? അഭിമായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ ഇനി വരാനുള്ള ഒരു തലമുറയാണ്, അവർക്ക് ഈ ഒരു നിസ്കാരം ഇവിടെ നിർബന്ധമാകാറുണ്ട്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ അലസത കാണിക്കുന്ന ആളുകളാണ് നബിയേ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കുന്നവർ, അത് ഫർമായിട്ട് പോലും അതിന്റെ കാര്യത്തിൽ ഒരു കെയർ ചെയ്യാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് നബിയേ. അവർക്ക് അന്ന് കൊടുക്കുന്ന അദാബുകൾ ഓരോ സെക്കൻഡുകളും അവർ അനുഭവിക്കുന്ന നബിയേ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ പോകുന്ന നമ്മെ കുറിച്ച് ഹബീബായ തങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. സമയങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട് ഭാരമുള്ള പണികൾ ചെയ്യാൻ നമുക്ക് പണിയില്ല. എന്നാൽ നിസ്സാരമായി ചെറിയ ഒരു അധ്വാനവുമില്ലാതെ അള്ളാന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട നിസ്കാരം, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കെയർ ചെയ്യാത്ത ആളുകൾക്ക് അള്ള കൊടുക്കുന്ന അദാബ് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഹബീബായ തങ്ങൾ കാണുന്നു. നാലാമത്തെ അത്ഭുതം, ഇതൊക്കെ ഈ ഭൂമിയിൽ കണ്ടതാണ്. അഞ്ചാമത്തെ അത്ഭുതം, ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ ഓർച്ചയുള്ള കത്തികളുണ്ട്. ആ കത്തികൾ കൊണ്ട് അവർ അവരുടെ സ്വന്തം ശരീരത്തിലുള്ള ഇറച്ചികൾ ഒലിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനെ വേവിച്ചുകൊണ്ട് അവർ സ്വന്തമായി അവരുടെ ശരീരത്തിന്റെ ഇറച്ചികൾ ഭക്ഷിക്കുകയാണ്. സ്വന്തം വാടുകൊണ്ട് കത്തി കൊണ്ട് മാംസം ഒലിച്ചെടുത്ത് അത് വേവിച്ച് സ്വന്തമായി അവരുടെ ശരീരത്തിലേക്ക് വയറ്റിലേക്ക് ആ മാംസം പ്രവേശിപ്പിക്കുന്നു. അഭിമായ തങ്ങൾക്ക് വലിയ വേല. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ, ഇത് എന്താണ് ജിബ്രീൽ? സ്വന്തം മാംസം കഴിക്കുന്ന ആളുകൾ, സ്വന്തം ശരീരത്തിന്റെ ഇറച്ചി കഴിക്കുന്ന ആളുകൾ, ഇവരെന്താ ജിബ്രീലെ ചെയ്ത തെറ്റെന്താ? അഭിമായ തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ, ഓ നബിയെ, ഇവർ ചെയ്ത തെറ്റ് ഇവർ മറ്റുള്ളവരുടെ മാംസം കഴിച്ചതാണ് നബിയെ. മറ്റുള്ള ആളുകളുടെ മാംസം കഴിച്ചതാണ്. മറ്റുള്ള ആളുകളുടെ മാംസം എന്താ കഴിക്കല്? ദൈവത്തും അതുപോലെ നബീമത്തും ഫിത്നയും പ്രസാദമായി നാവ് ശരിയില്ലാതെ നാവിന്റെ വിഷ കൊണ്ട് മറ്റുള്ളവന്റെ കുറ്റങ്ങൾ കുറവുകൾ പറയുന്നത് അത് അവന്റെ ഇറച്ചി കഴിക്കലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ പച്ച മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താ കഴിക്കല്? അത് ദൈവത്ത് പറയല. അവർ ഇഷ്ടപ്പെടാത്തത് നിന്റെ കൂട്ടുകാരന്, നിന്റെ അയൽവാസിക്ക്, നിന്റെ നാട്ടുകാരന് ഇഷ്ടപ്പെടാത്തത് പറയുന്ന ദൈവത്താണ്. ദൈവത്ത് പറഞ്ഞ ആളുകൾക്ക് അള്ള കൊടുക്കുന്ന അദാബാണ് നബിയെ. നിങ്ങൾ കണ്ടാതാവെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെയുള്ള 5 അത്ഭുതങ്ങൾ അഭിവാചങ്ങളിൽ ഇസ്രായേലിന്റെ ഇടയിൽ കണ്ടതാണ്. മിഅ്റാജിൽ കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പറയാം. തൗഫീഖ് നൽകട്ടെ. ഇന്നലെ പറഞ്ഞ ആ സ്വഹാബിയുടെ പേര് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അന്ന് മുസ്ലിമായിരുന്നില്ല. ബദരീദത്തിൽ മുശ്രിക്കീങ്ങളുടെ തലവനായിരുന്നു, ക്യാപ്റ്റനായിരുന്നു അബൂ സുഫിയാൻ. പിന്നെ ഉഹദിലാകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ പക്ഷത്തിലായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പറഞ്ഞതാ, ജീവിതത്തിൽ ഒരിക്കലും കണ്ട പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പടായി പറഞ്ഞിട്ടില്ല. അല്ലാഹു ഹിദായത്ത് കൊടുത്തു, മുസ്ലിമായി സ്വഹാബത്തായി വലിയ പദവിയിലെത്തി. മഹാനായ സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും അല്ലാഹു ആ രൂപത്തിൽ നല്ല ഉറച്ച ഈമാനും തഖ്വയും ഇഖ്ലാസും എല്ലാം പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൊണ്ട് നമ്മുടെ ഇതുപോലെയുള്ള സുബഹിസ്കാരത്തിന്റെ അവാന്തിന് പങ്കെടുക്കൽ, ഇവിടെ ഇരിക്കൽ, പറയൽ, കേൾക്കൽ, മഹാന്മാരുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു, ഹബീബായ ഞങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് അവസാനം മരിക്കുമ്പോൾ റബ്ബേ നമുക്ക് ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനെ സഹായിക്കുന്ന ഒരുപാട് നല്ല നല്ല അമലുകൾ, പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, നല്ല നല്ല കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ധാരാളമായി ചെയ്തു വെക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിച്ചതിന് ശേഷം ആളുകൾ നമുക്ക് വേണ്ടി എത്ര ചെയ്താലും ഞങ്ങൾ സ്വന്തം ചെയ്തതിന് ഒരിക്കലും സമമാകൂലല്ലോ റബ്ബേ. അല്ലാഹ് സ്വന്തം ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് 70,000 ദിക്ർ ചൊല്ലി വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. ഒരുപാട് ഖുർആൻ ഓതി വെച്ചാൽ അത് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള അമലുകൾ നമുക്ക് ചെയ്യാൻ നല്ല തൗഫീഖും
നല്ല ആഫിയത്തും നീ നൽകണേ റബ്ബേ. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പരിശുദ്ധമായ അറബിന്റെ മുറ്റത്തിലാണ് ഇപ്പൊ നിലകൊള്ളുന്നത്. പടച്ചോനെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ റബ്ബേ. 2-3 ഉംറകൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു, ആ ചെയ്ത ഉംറകൾ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ഇനിയുള്ള ദിവസങ്ങളിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇനിയും ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ റബ്ബേ. ശഅബാനിലും റമദാനിലും പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതിയ ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാ, ഒരുപാട് നമ്മുടെ സദസ്സിലുള്ളവരുണ്ട്, നാട്ടിലുള്ള പലരും കൊണ്ട് പടച്ചവനെ ആ സമയമാകുമ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ സൗകര്യത്തോടെ സന്തോഷത്തോടെ ആഫിയത്തോടെ ആ പരിശുദ്ധമായ മണ്ണിൽ എത്തിപ്പെടാൻ നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് ഉംറകൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു മുടക്കവും നീ നൽകല്ലേ അല്ലാ, ആരോഗ്യ പ്രശ്നം നൽകല്ലേ അല്ലാ, ഒരു ബുദ്ധിമുട്ടും നൽകല്ലേ അല്ലാ. സദസ്സിൽ പലരും ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, പല അമലുകൾ ചെയ്തവരാ. പടച്ചവനെ അവർ ചെയ്ത അമലുകൾ നീ കബൂലാക്കണേ അല്ലാ. ചെയ്യാത്ത നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. പലരും പലവിധ മുറാദുകൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരാണ്. ഓരോരുത്തരുടെ ഞങ്ങളുമായി സദസ്സിലുള്ളവരുമായി ദുആ വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിയാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.